നമുക്ക് ചർച്ച ചെയ്യാലോ. അപ്പോൾ ഇന്ന് കേരള ഹൈക്കോടതിയിൽ ഒരു പ്രത്യേക വിധി വന്നു. ഗുരുവായൂർ അമ്പലത്തിലെ നടപ്പന്തലും തെക്കേ നടയിലുമൊന്നും റീൽസ് എടുക്കാനോ വ്ളോഗർമാർക്കോ ഇനി ഫോട്ടോ എടുക്കാനോ റീൽ എടുക്കുന്നവരോ അങ്ങോട്ട് കയറണ്ട. കയറിയ പോലീസിന് കേസ് എടുക്കാൻ അധികാരമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത് ഭക്തർക്കുള്ള ഒന്നും അറിയാതെ പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഈ ന്യൂസ് ഒന്നും നോക്കാത്ത എത്രയോ പേര് നമ്മളുടെ ഇടയിലുണ്ട് അല്ലേ. ആ ഇടയിലുള്ള ആൾക്കാർ അവിടെ ചെന്നാൽ അവൻ അറിയാതെ കേസിൽ കൊടുക്കും. ഗുരുവായൂർ ഏതൊരു അമ്പലത്തിൽ പോയാലും ഒരു ഭക്തൻ പോയാലും കല്യാണത്തിന് പോയാലും ഒക്കെ നമ്മളെ ഫ്രണ്ട്സിന്റെ പോയാൽ നമ്മൾ ഫോട്ടോ എടുക്കും. അവർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. പിന്നെ കല്യാണം ക്ഷണിക്കുന്ന ആൾക്ക് മാത്രം ഫോട്ടോ എടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. നമ്മളൊക്കെ അവരെ ഫോട്ടോ എടുക്കുന്നത് നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടി എടുക്കൂ. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാൽ കൃഷ്ണന്റെ അടുക്കിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ ഉള്ളത് നമ്മളെ ഒരു സന്തോഷമാണ്. ഒരു ഓർമ്മക്കുറിപ്പിൽ ഒരു പുസ്തകത്താളിൽ സൂക്ഷിക്കുന്ന പോലെയാണല്ലോ ഇപ്പൊ നമ്മൾ എല്ലാം ഫേസ്ബുക്കിലിടുക. അപ്പൊ ആരാ കാരണക്കാരി ഈ ഉത്തരവ് വരണേ? ജസ്ന സലീം എന്ന കൃഷ്ണന്റെ ഫോട്ടോ വരയ്ക്കണ ആ സ്ത്രീയുടെ അവിടെ കാട്ടിക്കൂട്ടിയ കളികളിലാണ്. കാരണം അമ്പലത്തിന്റെ മുമ്പിൽ പോയി ബർത്ത്ഡേ ആഘോഷിച്ചു. അതിലേക്കാളൊക്കെ അതൊക്കെ എന്തോ ആവട്ടെ, എന്നാലും അതിന്റെ ഇടയിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെയൊക്കെ പറയണവരെ ഇപ്പൊ ഇതിലൊക്കെ വന്ന് എന്നെയൊക്കെ വിളിക്കണപ്പോ തെറി കാണാം. അവൾക്ക് സപ്പോർട്ട് ചെയ്യണ സുഡുക്കുള്ള തെറികൾ ഇപ്പൊ കേൾക്കാം. കാരണം ഞാൻ ഭാരതത്തിന് സംസാരിച്ചാലോ നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലോ ഏതെങ്കിലും അമ്പലത്തിൽ പോയാലും ഇന്നെ വിളിക്കാത്ത തെറികളില്ല. പക്ഷേ ജസ്ന സലീമിനെ ഒരു തെറി ഇന്ന് വരെ ആരും വിളിച്ചിട്ടില്ല. ഒരു മഹല് കമ്മിറ്റിയോ സമസ്തയോ കൃഷ്ണന്റെ ഫോട്ടോന്റെ പേരിൽ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതിന്റെ പിന്നിൽ അജണ്ട ആര്? 9ാം ക്ലാസ്സുകാരി വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഇവരെ പിന്നിൽ ഇത്രയും വലിയൊരു കൈകൾ പ്രവർത്തിക്കേണ്ട നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണെന്ന് ഇത്രയും കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം ഇപ്പൊ എന്തായാലും നമുക്ക് ഉറപ്പായില്ല ഒരു കാര്യവും. അമ്പലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആൾക്കാർ അത് ചർച്ച ചെയ്ത് അതൊരു കോടതി വിധി കൂടി വന്ന് നാളെ ഇനി ശബരിമലൊക്കെ വന്ന പോലെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതിന്റെ മേലെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പറയാൻ ഒക്കൂല. അതാണ് അവസ്ഥ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഈ ജസ്ന സലീം എന്ന് പറഞ്ഞ ആൾക്കൊരു ഭർത്താവ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവൾ തന്നെ പറയും എന്റെ ഭർത്താവ് എന്ന് അവൾ തന്നെ പറയും. അപ്പൊ ആ ഭർത്താവ് എവിടെ? അതാരാണ്? ഏതോ ശക്തമായ കരങ്ങള് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ, നമ്മളെ സംസ്കാരം നശിപ്പിക്കാൻ ഇവൾക്ക് ഫണ്ട് ചെയ്യുന്ന ആൾക്കാർ കുറെ ഉണ്ട്. കാരണം നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തിയതിൽ തന്നെ നമുക്കൊക്കെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം എത്ര സമയം വേണോ അല്ലേ? അപ്പൊ ഇതിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അവർക്ക് ഇത്രയും പൈസകൾ ചെലവാക്കി ഇതിനൊക്കെ പോവാനുള്ള ഫണ്ട് ചെയ്യണ കുറെ ടീമുണ്ട്. അപ്പൊ ഈ അമ്പലവും ഇതും തന്നെയാണ് എല്ലാവരുടെയും പണ്ട് രാമന്റെ ദശരഥ മഹലിന്റെയും രാം മന്ദിറിന്റെയും ഇടയിൽ വന്ന് ബാർബർ അമ്പലം വെച്ച പോലെയുള്ള ഒരു പോളിസി. അജണ്ടകൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ വിചാരിക്കണ പോലെയല്ല. എന്തുകൊണ്ട് ജസ്ന സലീം കൃഷ്ണഭക്തരായ കെ മുരളീധരന്, ശശി തരൂര്, കെ സുധാകരന്, സതീശൻജി ഒക്കെ പോലത്തെ ആൾക്കാർക്ക് എന്തുകൊണ്ട് കൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊണ്ടു കൊടുത്തില്ല? എന്തുകൊണ്ട് RSSകാർക്കും BJP നേതാക്കന്മാരെ അവരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് മാത്രം ഈ ഫോട്ടോകൾ കൊടുക്കുന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പനിയാണ്, ശബ്ദം ശരിയല്ല, അതാണ് പനി മാറിയിട്ടു. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും, എല്ലാവരും നമസ്തേ പറയുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇപ്പൊ ഇവിടെ വന്ന് പറയും നീ അവളെ പോലെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കണേ. ഞാൻ ഒരു 10 പൈസ ആരോടും വാങ്ങിയിട്ടല്ല ജീവിക്കണേ. ഞാൻ എൻ്റെ നല്ല കാലത്ത് നല്ല പോലെ അധ്വാനിച്ച് ജീവിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യണ അത് BJPയോ RSSോ എനിക്ക് ഒന്നും തന്നില്ലെങ്കിൽ, കാരണം ഓരോ സമ്മതത്തിലല്ല ഞാൻ വന്നത്. അവരെനിക്ക് തരുന്നോ തന്നില്ലേ അവരെ സപ്പോർട്ട് ചെയ്യാന്, കാരണം ഞങ്ങളെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. പിന്നെ അതിനേക്കാൾ ഉപരി RSS എന്നുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘടനന്റെ ഒരു ഭാഗത്തിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എൻ്റെ വലിയൊരു ജീവിത അഭിലാഷ. കാരണം ഭാരത കൾച്ചർ അറിഞ്ഞ ഒരു ആളാണ് ഞാൻ. അപ്പൊ എൻ്റെ രാഷ്ട്രം സംരക്ഷിക്കാൻ അതിനുവേണ്ടി നമ്മളെപ്പോഴും ആര് പറഞ്ഞാലും ഏത് സുഡാപ്പിക്ക് ഒരു പേടിയില്ല. കാരണം ജനിച്ച ഒരു ദിവസം മരിക്കണം എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു സത്യം ഈ ലോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കാട്ടിക്കൂട്ടുമ്പോൾ ഇതുപോലുള്ള ഫണ്ടുകൾ എറിഞ്ഞ് ഒരു അമ്പലം കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ ശക്തമായ
ഒരു ക്ഷേത്രം തെരഞ്ഞു പിടിച്ച് ഇവർ ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയണം. ഇവരോട് പറയേണ്ട നമുക്ക് ഹിന്ദുക്കളെ പറ്റിക്കാൻ പറ്റൂല. ഇവളെ ഇടക്കിടക്ക് പറയല്ലോ, ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് തന്നെ ജീവിക്കുന്നവളാ, ഹിന്ദുക്കളെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഹിന്ദുക്കളെ സ്നേഹിക്കുകയുള്ളൂ. ആ സ്നേഹമല്ല, എല്ലാവരെയും സ്നേഹിക്കണം എന്നാണ് കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. രാമാനും പറഞ്ഞ ധർമ്മത്തിന്റെ മുന്നിലുള്ള ആൾക്കാരാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോകോ സുഖിനോ ഭവന്തു എന്നുള്ള ആ ആശയം ഉള്ള ഹിന്ദുക്കള് ഉള്ള പറ്റിക്കാൻ പറ്റില്ല. സ്നേഹം വെച്ചു പോകുന്നതിന് നിങ്ങൾ പൊട്ടന്മാരാണെന്നുള്ള അവരെ വിളിക്കാൻ ശ്രമിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ വളർന്ന ആളാണ്, ജീവിക്കുന്ന ആളുമാണ്, ഇഷ്ടവും അതന്നെയാണ്. കാരണം സത്യസന്ധമായി നമുക്കൊരു കാര്യം പറയാനോ ആശയങ്ങൾ പങ്കുവയ്ക്കാനോ എന്നും കൂട്ടുണ്ടാവും. ഒന്നും ലാഭം നോക്കാതെ നമ്മളെ കൂടെ നിൽക്കും ചെയ്യുക അവർ മാത്രമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് ഇനി തെറി വിളിക്കുക, എൻ്റെ പേര് മാറ്റാൻ. നുസ്രത് ജഹാൻ എന്നുള്ള പേര് നിങ്ങളെ തന്തമാരിട്ട പേരല്ല, അത് എൻ്റെ പേരാണ്. അത് പേരോടു ഞാൻ ഭാരതത്തിൽ പിറന്നത് കൊണ്ട് ഹിന്ദുവാണ്. ഹിന്ദുസ്ഥാനിൽ പിറന്ന എല്ലാവരും അഖണ്ഡ ഭാരതത്തിൽ പിറന്ന് എല്ലാവരും ഹിന്ദുക്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നിന്റെ ഖുർആനിലെ 2-ാമത്തെ അധ്യായത്തിലെ വാക്യം തന്നെ, നിന്റെ മതത്തെ നീ പിടിച്ച് മറ്റേതിൽ നീ വിശ്വസിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. മുമ്പേ വന്ന എല്ലാ വേദങ്ങളെയും വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ, അവനാണ് വിശ്വാസി എന്ന് പറഞ്ഞ ഖുർആനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ഞാൻ ജീവിക്കുന്നത്. മുന്നേ വന്ന ഗ്രന്ഥങ്ങളിൽ ഭാരതത്തിന്റെ വേദങ്ങളും പിന്നെ ഉപനിഷത്തുകളും മഹാപുരാണങ്ങളും എല്ലാം വായിച്ച് അതിലൊക്കെയുള്ള സത്യസന്ധതയും എല്ലാം അറിഞ്ഞിട്ടുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ പേരോ എൻ്റെ രാഷ്ട്രത്തിനെ ഒന്നും മാറ്റാൻ നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും ആവില്ല. അതുകൊണ്ട് പിന്നെ നിന്നെ പള്ളിയിൽ അടക്കണ്ടേ, ആ പള്ളിയിൽ ഒരാൾ മരിച്ചാൽ എവിടെ വേണമെങ്കിൽ അടക്കണ്ടേ, അത് ഗവൺമെന്റിന്റെ ചുമതല, അത്രയേ ഉള്ളൂ. ഭാരതത്തിന് വേണ്ടി എന്ത് സംസാരിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഈ ജസ്ന സ്ലേമിന്റെ പിന്നിൽ വന്ന PFI SDPI ബന്ധങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇനിയും കൊണ്ടുവരണം. ഇത് കോടതി പറഞ്ഞത് ചെറിയൊരു കാര്യം മാത്രമാണ്, ഇവരെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മളൊക്കെ പോലെയുള്ള ആൾക്കാർ പറയല്ലാതെ വൈകുന്നേരം ചാനലിലൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. കാരണം ഇവരെ പിന്നിൽ വലിയ ആൾക്കാരാണ്. അതുകൊണ്ട് ചാനൽ ചർച്ചയിലൊന്നും നിങ്ങളിത് പ്രതീക്ഷിക്കേണ്ട. വല്ല ജനം TV ചെയ്താലേ ഉള്ളൂ. അവർക്കും പേടിയുണ്ടാവും. കാരണം ജീവനിൽ എല്ലാവർക്കും പേടിയല്ലേ ഇതുപോലെയുള്ള ആൾക്കാർ. ഞാൻ തട്ടിപ്പാണതിന് ഒരു പ്രശ്നമില്ല, നിന്നോടൊന്നും സംസാരിക്കാൻ അതിനൊക്കെ വേറെ ആളെ വിളിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ PFI ബന്ധമുള്ള ഈ ഗുരുവായൂർ ക്ഷേത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള അജണ്ടകൾ ഉള്ളത് നമ്മൾ പ്രത്യേകം കണക്കിലെടുത്ത് മുന്നോട്ട് പോകണം. 10-18 ചെറുപ്പക്കാരെ ജീവിതം ഇല്ലാതാക്കിയ പിന്നെ പല പീഡന കേസുകളും കൊടുത്ത് അങ്ങനത്തെ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഈ സുഡാപ്പികൾ വരുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഏറ്റവും വലിയ തമാശയത്. അപ്പൊ ഇത്രയും ആൾക്കാരെ ഇവർ വെള്ളത്തിലാക്കി, അത് കഴിഞ്ഞ് കൃഷ്ണന്റെ ഫോട്ടോ എടുത്ത് വന്ന് ഇവിടെ വരിക, ഈ പറഞ്ഞ പിന്നെ നേതാക്കന്മാരെ ഇവരില്ലാതാക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേക അജണ്ട എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലെ ആൾക്കാരെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് പിന്നെ കാരണം 9ാം ക്ലാസ്സുകാരിയാണെന്ന് പറയുന്ന ഇവരുടെ സ്വന്തം തലേന്ന് വന്ന ബുദ്ധിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയും വലിയൊരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ഇത്ര നടയിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒരു ഹിന്ദു മുസ്ലിം ലഹള CNA മറ്റൊരും വാച്ച് ചെയ്യണ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. നമ്മളെ കേരളത്തില് എല്ലാ പിന്നെ ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റി ഇതുപോലെ ലഹളകളും കലാപങ്ങളും ഉണ്ടാക്കാനുള്ള സംഭവത്തിന് പ്ലാനിങ് ഉണ്ട് എന്നുള്ളത്, സ്ലീപ്പിംഗ് സെല്ലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരുന്നത് ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഈ പേരിൽ ഹിന്ദുക്കളെ പേരിൽ പേര് സ്വന്തം വെളിപ്പെടുത്താത്ത ആൾക്കാരാണ് ഇവിടെ വന്ന് തെറി വിളിക്കുക തന്നെയൊക്കെ. അപ്പോൾ ആ സ്വന്തം പേര് വെക്കാത്തത് തന്നെ സുഡാപ്പികളാണ്. അവർക്കൊക്കെ കറക്റ്റായിട്ട് അജണ്ട ഉണ്ട്. ഭാരതം എന്ന രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള അജണ്ട ഉള്ളവരെ ഒരു ചാവേറ് മാത്രമാണ് ജസ്ന. അവളെ അതിന് പറ്റുന്നുള്ളതുകൊണ്ട് അവർ സെലക്ട് ചെയ്ത, അതാണ് അതിന്റെ കഥ. അപ്പൊ ഇതൊക്കെ വഴിയെ ഒന്നും വഴികാതെ തന്നെ നമ്മൾ തിരിച്ചറിയും. തീർച്ചയായിട്ടും അമ്പലത്തിലുണ്ടാക്കിയ ബുദ്ധിമുട്ട്
വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പലർക്കും അവിടെ പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു നിരാശ ഉണ്ടാവും. ഇന്നത്തെ കാലം ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ തന്നെ എല്ലാവരും ജീവിക്കുന്നത്. ആ ജീവിതത്തിന്റെ ഒരു സന്തോഷം കൃഷ്ണന്റെ അരികിലിരുന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള നമ്മളെ ആഗ്രഹം അവര് ഇല്ലാണ്ടാക്കിയില്ലേ. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകണല്ലേ ചോദിക്കണ ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ശരിക്കുള്ള ഭക്തിയോടെ പിന്നെ എന്താ പറയുക വ്രതം എടുത്തിട്ടും അതിൻ്റെ രീതിയിൽ തന്നെ ഏത് അമ്പലത്തിൽ പോവാറുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭാരത സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു ഭാരതീയ സ്ത്രീയാണ്. ഹിന്ദുസ്ഥാനിൽ ജനിച്ചൊരു ഹിന്ദുവാണ്. മുസ്ലിം എന്നുള്ള മതം ഞങ്ങൾ സ്വീകരിച്ചൊരു മതമാണ്. അതൊക്കെ പറഞ്ഞേ ഖത്തറിലെ ഷെയ്ഖ് പറഞ്ഞ തന്നെ നിങ്ങളൊക്കെ മതത്തെ കൂടിയവരല്ലേ. അദ്ദേഹം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനുണ്ടായിട്ടില്ല. അതന്നെയാണ് നമ്മൾ. അപ്പോൾ ഈ ഭാരതം ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവർ ഈ ഭാരതത്തിൽ ജീവിക്കേണ്ട. നല്ല അഫ്ഗാനും ബംഗ്ലാദേശും ഉണ്ട് ഇപ്പോൾ പ്രത്യേകമായിട്ട്. അങ്ങോട്ട് പോവുക. ഇപ്പൊ ചുറ്റിലുള്ള അങ്ങനത്തെ രാജ്യങ്ങളാണ്. ഒന്ന് പോയി ഒരു ദിവസം നിന്നിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് പറയാം. ഞാൻ ക്ലീൻ ആണെന്ന് പറയില്ല. ഞാൻ ഉള്ളത് ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. എനിക്ക് പേരും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്. ഞാൻ എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എല്ലാ ആധികാരികമായിട്ടുണ്ട്. നീയൊന്നും പറഞ്ഞു വിചാരിച്ചിട്ട് ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ നല്ല രസമുണ്ട് ഏതായാലും നമ്മൾ ലൈവിൽ വന്ന് സംസാരിക്കുമ്പോൾ. അപ്പോൾ അതാ സുടുക്കൾ ഇറങ്ങി തുടങ്ങി. ജസ്നക്ക് വേണ്ടി നമ്മൾ പിന്നെ എന്താ പറയുക കമൻട്രി പറയണ പോലെ പറയണ. ജസ്നക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി സുടുക്കൾ ഇറങ്ങി തുടങ്ങി എന്നെ ആക്രമിക്കാൻ. എന്നെ നിങ്ങൾ വിളിക്കേണ്ട എല്ലാ ഭാഷയിലുള്ള തെറികൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞ്. സോ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. എനിക്കതൊരു പ്രശ്നേ അല്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ ആളാണ്. ആത്മാവും ബോഡിയും എന്താണ് എന്നുള്ളത് നല്ലോണം മനസ്സിലാക്കി ജീവിക്കുന്ന ആളാണ്. അതാണ് പിന്നെ ഭാരത സംസ്കാരത്തിൻ്റെ പ്രത്യേകത. അത് പഠിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഭാരതത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഭാരതത്തിനെതിരെയും സംസ്കാരത്തിനെതിരെയൊക്കെ തെറി വിളിക്കണം നിങ്ങളൊക്കെ തന്നെ വിഡ്ഢികൾ. ഒരു സംശയമില്ല. അപ്പോൾ ഈ ജസ്ന സലീമിൻ്റെ പിന്നിൽ ആര് എന്ന് നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ എല്ലാ ഭക്തരും വിശ്വാസികളും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ണ് അതിലേക്ക് വെക്കേണ്ട ഒരു അവസരമാണിത്. നന്ദി, സന്തോഷം. എല്ലാവരും കുറേ പേര് വന്നു, കുറേ പേര് തെറി വിളിച്ചു. എല്ലാത്തിനും നന്ദി. താങ്ക് യു.